ഇന്ന് നമുക്കൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാൽ അതും വളരെ എളുപ്പത്തിൽ. ഇതിന് വേണ്ടത് 2 വലിയ സവാള, ഒരു 10-15 ചെറിയുള്ളി എടുക്കാം, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വയ്ക്കാം. ആദ്യം തന്നെ ഞാൻ കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തു. ഒരു 1/4 ടേബിൾ സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചുള്ള കുരുമുളക് ആഡ് ചെയ്യാം. റോസ്റ്റിന് കുറച്ച് കുരുമുളക് കൂടുതലുള്ളതാണ് നല്ലത്. പിന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇടാം. ഈ തേങ്ങാക്കൊത്ത് കുറച്ച് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വറുത്തെടുക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനിൽ തന്നെ ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവാള, പിന്നെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് മുരിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം മുരിയാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ മുരിക്കുക. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ മാറ്റി വെച്ചൊക്കെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഒരു മൂത്ത മണം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. സിമ്മിലാക്കണമായിരിക്കും നല്ലത്, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാലയൊക്കെ. അതുകൊണ്ടൊന്ന് സിമ്മാക്കിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം, മൂത്ത മണം വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണത്. ഇപ്പോൾ ഏകദേശം മൂത്ത മണവും വന്നിട്ടുണ്ട്, കളറൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയിലൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ഒന്ന് ഉടച്ചൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് വന്നോളും. വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം മതി. ഇനി ചൂടുവെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ആ മസാലയിലൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൂന്തലിൽ നിന്നും കൂടിയിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് മാത്രം നമുക്ക് വേവിക്കാൻ പാടുള്ളൂ. 3-4 മിനിറ്റ് ഇതേപോലെ സിമ്മിലിട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ കൂന്തൽ റബ്ബർ പോലെ ആവും. ഒരു 3-4 മിനിറ്റ് മാക്സിമം പാടുള്ളൂ. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് കുറേ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. ഇതിൻ്റെ എക്സാക്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3-4 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. പിന്നെ മൂടിയൊന്നും വെക്കണ്ട, തുറന്നിട്ട് വെച്ച് വേവിച്ചാൽ മതി. അതിൻ്റെ വെള്ളം ഇപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഊറി വന്ന് തുടങ്ങും. ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ഒരു 3-4 മിനിറ്റ് കേട്ടോ, അത്രയും മതിയാകും. ഞാൻ പിന്നെയും പറയുകയാണ്, 3-4 മിനിറ്റ് മാത്രം മതി. എന്നിട്ട് നമുക്കൊരു കുറച്ച് പെരിഞ്ജീരകപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മസാലയൊക്കെ അടി പിടിക്കാത്ത രീതിയിൽ വേണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ചിലവർക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇറക്കാറാവണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാക്കൊത്താണ്. ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ തേങ്ങാക്കൊത്തിലുണ്ടായിരുന്ന അതിൻ്റെ ആ ഒരു സ്വാദും കൂടി അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങും. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത്, അത് എന്തിനായാലും കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുമ്പോഴേക്കും കുറച്ച് ടേസ്റ്റ്, നല്ല ഒരു നാടൻ ടേസ്റ്റ് കിട്ടും നമുക്ക്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശമായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് എന്തായാലും എന്നോട് പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചാലും മതി. ചിക്കനും ബീഫൊന്നും കഴിക്കാതെ സീ ഫുഡും വെജൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത്, ഈ കൂന്തൽ റോസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്യണം, ഞാൻ ഫുഡി എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.